നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത് അവസാനിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതിൽ തർക്കം. പീച്ചി ഡാം രാത്രി അനിയന്ത്രിതമായി തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടു. വെള്ളക്കെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പുഴവെള്ളം ഉയർന്നതോടെ വെള്ളച്ചിറ പഞ്ചായത്തിൽ 4ഇടത്തായി 300ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. വാർത്തകൾ വിശദമായി. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത് അവസാനിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതിൽ തർക്കം. പനംകുളം എട്ടുമഴ പ്രദേശത്ത് വെള്ളക്കെട്ടിലായ കുടുംബങ്ങളിലെ ആളുകൾ പനംകുളം DMLP സ്കൂളിൽ ബുധനാഴ്ച രാത്രിയാണ് അഭയം തേടിയത്. പനംകുളം സ്കൂളിൽ പ്രാദേശിക ആവശ്യം പരിഗണിച്ച് മാനേജർ സ്കൂൾ തുറന്നുകൊടുക്കുകയായിരുന്നു. 23 കുടുംബങ്ങളിൽ നിന്നായി 50ലധികം ആളുകൾ ക്യാമ്പിലുണ്ട്. എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്നും ക്യാമ്പ് അവസാനിപ്പിക്കണമെന്നും ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മാനേജർ അറിയിച്ചു. ചേർപ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ മാത്രമാണ് ക്യാമ്പുള്ളത്. വെള്ളക്കെട്ട് പ്രദേശങ്ങളിൽ ഉള്ളവരുടെ സൌകര്യത്തിന് അതാത് പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ ക്യാമ്പ് തുടങ്ങണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ കുട്ടികളുടെ ക്ലാസ് മുടങ്ങാതിരിക്കാൻ ഒരു സ്കൂളിൽ മാത്രമാണ് ക്യാമ്പ് തുറക്കാനും അവിടേക്ക് എല്ലാവരെയും മാറ്റുവാനുമാണ് തീരുമാനമെടുത്തത്. വ്യാഴാഴ്ച രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ്, വില്ലേജ് ഓഫീസർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പനംകുളം സ്കൂളിലെത്തി. ക്യാമ്പിലുള്ളവർ ഒഴിയാൻ തയ്യാറല്ലെന്നും ബലമായി ഒഴിപ്പിച്ചാൽ റോഡിൽ കിടക്കുമെന്നും പറഞ്ഞു. ഞങ്ങൾക്കിവിടെ പശുക്കളും ആടുകളും കോഴികളൊക്കെ ഉണ്ട്. അതിലേക്ക് വിട്ടിട്ട് ഞങ്ങൾക്ക് വേറൊരു ക്യാമ്പിൽ പോയി നിൽക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരു ക്യാമ്പ് ഇതാണ്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് ഞങ്ങൾ കാരണം. അല്ലാണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി പോകില്ല എന്ന് പറയാനുള്ള മെയിൻ കാരണം അതാണ്. ഞങ്ങൾക്ക് അത്യാവശ്യം വെള്ളം കൊടുക്കാനും അറ്റുകൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഈ ക്യാമ്പിൽ നിൽക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടല്ല. ഞങ്ങളെ സ്നേഹിക്കണ മാതിരി തന്നെ ഞങ്ങൾ മൃഗങ്ങളുണ്ട്. അവർക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ. ഞങ്ങൾ ഈ 4-5 കിലോമീറ്റർ അപ്പുറത്തുള്ള ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് സാധിക്കില്ലേ? അതൊക്കെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറമ്പിലാണ് വീടുകൾ കെട്ടിയിട്ടുള്ളത്. വൈകുന്നേരം വന്ന് അഴിച്ചു കെട്ടാനൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സ്കൂളിൽ നിൽക്കുന്നത്. ഈ സ്കൂളിലാണ് അവര് നിൽക്കാറ്. ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തും പോകാൻ അവർക്ക് പറ്റില്ല, പോകാറില്ല. കൊല്ലങ്ങൾ കുറെ ഇവിടെ സ്കൂളിൽ ഇത് കുണ്ടിലെ സ്കൂളുകൾ പറയാം. അപ്പോ ഇവിടെ അവരെന്നും ഇപ്പൊ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ സ്കൂളാണ്. ചെറുപ്പ് പഞ്ചായത്തിന്റെ അതിർത്തിക്കുള്ളില് 4-5 ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. ഇത്തവണ ഒരു ക്യാമ്പുള്ളോ ചെറുപ്പ് ഗവൺമെന്റ് സ്കൂളിൽ അവിടേക്ക് ചെല്ലണമെന്നാണ് വില്ലേജ് ഓഫീസറായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. തഹസിൽദാരായിട്ട് സംസാരിച്ചപ്പോഴും അവര് അങ്ങനെ തന്നെ പറഞ്ഞു. അവർക്കെല്ലാം അവിടത്തേക്ക് ഓടിയെത്താൻ പറ്റില്ല, അതുകൊണ്ട് ഒരു ക്യാമ്പാണ് അനുവദിക്കാൻ പറ്റുള്ളൂ എന്നാണ്. നമ്മളെ സംബന്ധിച്ച് ഇവരാരും ഇവിടെ നിന്ന് പോകാൻ തയ്യാറില്ല. ഇവര് വയ്യാത്തവരും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണ്. അപ്പൊ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇവരെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. സർക്കാരിന്റെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണ സൗകര്യങ്ങളോ ഒരു സഹായം ഇവർക്ക് തരാൻ പറ്റില്ല എന്നാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത്. അപ്പൊ നമ്മളത് അംഗീകരിക്കണം. ഇവരെ പട്ടിണിക്കിടാനും എന്തായാലും ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനും ഇവരെ സംരക്ഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളിൽ കഴിയാനാണ് താൽപര്യമെങ്കിൽ ഇത് സംബന്ധിച്ച് രേഖാമൂലം എഴുതി തരണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടുവെങ്കിലും അതിനും ക്യാമ്പിലുള്ളവർ തയ്യാറായില്ല. ഇതേ തുടർന്ന് പ്രസിഡന്റും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന സംഘം മടങ്ങി. പീച്ചി ഡാം രാത്രി അനിയന്ത്രിതമായി തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടു.
വെള്ളക്കെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അനുഭവപ്പെടുന്ന കനത്ത മഴ മൂലം ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ജൂലൈ 29 പരമാവധി 12 ഇഞ്ച് കൂടി തുറക്കുന്നതിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ രാത്രി സമയത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ 30 സെന്റിമീറ്ററിൽ നിന്ന് 180 സെന്റിമീറ്റർ വരെ ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് മണലിപ്പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു. പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടിയും വന്നു. ഈ സാഹചര്യത്തിൽ ഡാമിൽ നിന്ന് തുറന്നുവിടേണ്ട ജലത്തിന്റെ അളവ് മുൻകൂട്ടി കണക്കാക്കി ഡാം മാനേജ്മെന്റിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൃശൂർ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖിനെ നിയോഗിച്ചതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പുഴവെള്ളം ഉയർന്നതോടെ വല്ലച്ചിറ പഞ്ചായത്തിൽ 4ഇടത്തായി 300ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടി. വല്ലച്ചിറ യു പി സ്കൂൾ, കടലാശ്ശേരി എൽ പി സ്കൂൾ, പല്ലിശ്ശേരി യു പി സ്കൂൾ, പല്ലിശ്ശേരി സെന്റ് മേരീസ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് തുറന്നത്. വല്ലച്ചിറ യു പി സ്കൂളിൽ 22 കുടുംബങ്ങളിൽ നിന്നായി 47 പേരും, കടലാശ്ശേരി സ്കൂളിൽ 55 കുടുംബങ്ങളിൽ നിന്നായി 137 പേരും, പല്ലിശ്ശേരി യു പി സ്കൂളിൽ 5 വീടുകളിൽ നിന്നായി 10 പേരും, പല്ലിശ്ശേരി സെന്റ് മേരീസ് സ്കൂളിൽ 42 കുടുംബങ്ങളിൽ നിന്നായി 108 പേരുമാണ് കഴിയുന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ താഴ്ന്ന പ്രദേശങ്ങൾ, പുഞ്ചപ്പാടത്തിന്റെ തീരത്തുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ 5ാം വാർഡില് പാലക്കടവ്, മണ്ടേപ്പാടം, കാഞ്ഞിരക്കടവ് പ്രദേശം, അതുപോലെ 8ാം വാർഡിന്റെ പട്ടംവള്ളം, പൊക്കിരിപ്പള്ളം, കഴുമ്പള്ളം, പാരിയമ്പള്ളം പ്രദേശത്താണ് കൂടുതലായിട്ട് വെള്ളം കയറിയിട്ടുള്ളത്. വല്ലച്ചിറ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടലാശ്ശേരി KMLPS ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല്ലിശ്ശേരി സെന്റ് മേരീസ് സ്കൂളിൽ, LP സ്കൂളിൽ, അതുപോലെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആറാട്ടുപുഴ ഉള്ള പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രത്തിലും ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നിരവധി കുടുംബങ്ങൾ അതിൽ ക്യാമ്പിലുണ്ട്. കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം അല്പം കൂടുതലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം താഴുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പ്രദേശത്ത് മഴയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിച്ചി വെള്ളം തുറന്നതിന്റെ ഭാഗമായിട്ട് ധാരാളം വെള്ളം വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. എന്നിരുന്നാലും ധാരാളം കുടുംബങ്ങളിലേക്ക് വെള്ളം കയറിയത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ക്യാമ്പുകൾ ആരംഭിച്ച് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന്. ഒപ്പം തന്നെ വില്ലേജ് ഓഫീസറും മറ്റ് എല്ലാവരും സന്നദ്ധ പ്രവർത്തകരൊക്കെ രംഗത്തുണ്ട്. കൂടുതൽ ഭയപ്പെടേണ്ട അന്തരീക്ഷം ഇല്ല. എന്നാൽ ജാഗ്രതയോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. തൃശൂർ ജില്ലയിൽ മഴയും കാറ്റും വെള്ളക്കെട്ടും മഴ മുന്നറിയിപ്പ് തുടരുന്നതിനാലും സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഓഗസ്റ്റ് 2-ാം തീയതി വ്യാഴാഴ്ച ജില്ലയിലെ അംഗനവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുകയില്ല. ഹെർബർട്ട് കനാലിൽ തിങ്ങി നിറഞ്ഞ കുളവാഴയും മറ്റ് തടസ്സങ്ങളും നീക്കം ചെയ്ത് തുടങ്ങി. ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്രെയിൻ, മിനി ഡ്രഞ്ചർ എന്നിവ ഉപയോഗിച്ചാണ് ഇവ നീക്കം ചെയ്യുന്നത്. കമാൻഡ് മുഖം തകർന്നതിനെ തുടർന്ന് വൻതോതിൽ കുളവാഴയും മറ്റ് തടസ്സങ്ങളും ഹെർബർട്ട് കനാലിൽ അടിഞ്ഞുകൂടിയിരുന്നു. ഒഴുക്ക് തടസ്സപ്പെട്ടതുമൂലം പലയിടത്തും ബണ്ട് തകർച്ചാ ഭീഷണിയിലാണ്. വെള്ളം താഴ്ന്ന ജനവാസ പ്രദേശങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർവം പഞ്ചായത്തിൽ വെങ്ങിടിശ്ശേരി ചന്ദ്രോദയം സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 5 വീടുകളിൽ നിന്നായി 10 പേരാണ് കഴിയുന്നത്. പാർവം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളം കയറിയിട്ടുള്ളത് കപ്പക്കാടാണ്. അവിടെ 5 വീടുകളിൽ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വെങ്ങിശ്ശേരിയിലുള്ള CLP സ്കൂളിലേക്ക് ഇന്നലെ വൈകിട്ട് തൊട്ട് ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. 15 പേരാണ് നമ്മുടെ ഈ ക്യാമ്പിൽ ഉള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് ഭാഗത്തു നിന്നിട്ട് എല്ലാവരും എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും.
വെങ്ങണശ്ശേരി കാപ്പക്കാട് ഭാഗത്താണ് വെള്ളം കയറിയിട്ടുള്ളത്. മറ്റ് ചില താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറുന്നുണ്ട്. രാത്രിയോടെ കൂടുതൽ ആളുകൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ജനമൈത്രി സമിതി യോഗം ചേർന്നു. അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിന് വേണ്ട മുന്നൊരുക്കം നടത്താൻ തീരുമാനിച്ചു. ചേർപ്പ് SHO KO പ്രദീപ്, സീനിയർ CPO വിനോദ്, കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്, സമിതി അംഗങ്ങളായ KR സിദ്ധാർത്ഥൻ, സക്കീർ സലീം, CN ജയമോഹൻ, മുഹമ്മദ് അൽത്താഫ്, ജെയ്സൺ, അലക്സ് MS, രഞ്ജിഷ് വല്ലത്ത്, VB ദിലീപ്, വിമൽ, KS അനീഷ്, ഹരീഷ്, ബഷീർ PK, അശോകൻ KB തുടങ്ങിയവർ പങ്കെടുത്തു. തൃപ്രയാർ ഇഷാര ഗോൾഡിന്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ കോൺടെസ്റ്റിന്റെ വിജയിയെ പ്രഖ്യാപിച്ചു. തൃപ്രയാർ ഇഷാര ഗോൾഡിന്റെ ഫ്രണ്ട്ഷിപ്പ് ഡേ കോൺടെസ്റ്റിൽ വിജയിയായി അനീഷ എന്ന കസ്റ്റമറെ ഇഷാര ഓണർ രാജൻ ചെമ്പാറ നറുക്കെടുപ്പിലൂടെ പ്രഖ്യാപിച്ചു. ഫ്രണ്ട്ഷിപ്പ് ഡേ കോൺടെസ്റ്റ് നടത്തിയതിന്റെ വിജയിയെ ഞങ്ങളുടെ ഓണർ CK രാജൻ നിർവഹിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ ഞങ്ങളുടെ 18 ക്യാരറ്റിന് വേണ്ടി പേര് നിർദ്ദേശിക്കൂ എന്ന ഒരു കോൺടെസ്റ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ എമ്മ എന്ന് പേര് നിർദ്ദേശിച്ച ലക്ഷ്മി PS എന്ന ചിറക്കലിലുള്ള ലക്ഷ്മി PS എന്ന കസ്റ്റമേഴ്സിന് ഞങ്ങൾ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ പ്രസന്റില് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു കോൺടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ എല്ലാ കസ്റ്റമേഴ്സിനും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ്. കഴിഞ്ഞ തവണ FM റേഡിയോയുമായി സഹകരിച്ച് ഇഷാര ഗോൾഡിന്റെ 18 ക്യാരറ്റ് സെക്ഷന് പേര് നിർദ്ദേശിക്കുന്ന മത്സരാർത്ഥിയിൽ ഇമ എന്ന് പേര് നിർദ്ദേശിച്ച് ചിറക്കലുള്ള PS ലക്ഷ്മി സമ്മാനം കരസ്ഥമാക്കിയിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇഷാരയുടെ പുതിയ കോൺടെസ്റ്റ് നടന്നുവരുന്നു. ഇതിൽ പങ്കെടുക്കുവാൻ ഇഷാര ഗോൾഡിന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവ ഫോളോ, സബ്സ്ക്രൈബ് ചെയ്യുക. വിജയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ ഇഷാര ഓണർ രാജൻ ചെമ്പാറ, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, PRO ഉബൈദു, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കറാഞ്ചിറയിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗതം തടസ്സപ്പെട്ടു. കറാഞ്ചിറ നന്ദി റോഡിലാണ് ബസ് അടക്കമുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. കരാഞ്ചിറയിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗതം തടസ്സപ്പെട്ടു. കരാഞ്ചിറ നന്ദി റോഡിലാണ് ബസ് അടക്കമുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. കരുവന്നൂർ പുഴയിൽ നിന്ന് വെള്ളം കരകവിഞ്ഞൊഴുകിയതാണ് വെള്ളക്കെട്ടിന് കാരണം. കനത്ത വെള്ളക്കെട്ട് മൂലം കാട്ടൂരിൽ നിന്നും കരാഞ്ചിറ വഴി തൃശൂരിലേക്കുള്ള ബസ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കരുവന്നൂർ പുഴയിൽ നിന്നും വെള്ളം കയറുന്നതിനാൽ കാട്ടൂർ, കാർളം പഞ്ചായത്തുകളിലെ താഴ്ന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടിന് ശാന്തമായിട്ടില്ല. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ടിൽ ആനയെ കുളിപ്പിച്ചു. നെല്ലുവായി മേഖലയിലെ വെള്ളക്കെട്ടിലായിരുന്നു ആനയെ കുളിപ്പിച്ചത്. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലെ ഔഷധപാനത്തിനും ആനയൂട്ടിനും എത്തിച്ച വേണാട്ടുമുറ്റം ശ്രീകുമാർ എന്ന കൊമ്പനെയാണ് നടുറോഡിൽ പാപ്പാന്മാർ കുളിപ്പിച്ചത്. ആനയൂട്ടിന് ശേഷം മടങ്ങി വരുന്നതിനിടെയാണ് സംസ്ഥാന പാതയിൽ കിടത്തി ആനയെ കുളിപ്പിച്ചത്. ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെ സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6450 രൂപ, പവന് 51,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത് അവസാനിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയതിൽ തർക്കം. പീച്ചി ഡാം രാത്രി അനിയന്ത്രിതമായി തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടു. വെള്ളക്കെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പുഴവെള്ളം ഉയർന്നതോടെ വെള്ളച്ചിറ പഞ്ചായത്തിൽ 4ഇടത്തായി 300ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ.
തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.